എന്റെ പേരാണ് ശാലിനി ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം. ഈ ഡയലോഗ് ഞാൻ ഏകദേശം 2 വർഷം മുമ്പ് കേരള സ്റ്റോറി പറഞ്ഞ സാധനത്തിൽ കേട്ടാണ്. മലയാളി പെൺകുട്ടിയായ ക്ലബ്ബ് പോകുമ്പോൾ മുല്ലപ്പൂ വെക്കുന്ന, ഫുൾ ടൈം മുല്ലപ്പൂ വെക്കണം. ഈ മുല്ലപ്പൂക്ക് എന്ത് വില എന്ന് ഇവർക്ക് മനസ്സിലാവണില്ല. ഇങ്ങനത്തെ ഒരാളായി നമ്മുടെ കേരളത്തിലെ തനിമയുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് കാണിച്ചത്. അതിന്റെ 2ാം ഭാഗം ഇപ്പൊ വരാൻ പോവാണ്. ഇത് എന്റെ കേരളം അല്ല കേട്ടോ. എന്റെ കേരളം ഇങ്ങനെയല്ല. ഇത് വേറെ ഏതോ യൂണിവേഴ്സിലെ കേരളമാണ്. ശരിക്കും നമ്മുടെ കേരളത്തില് ഒരു മതമോ ഒന്നും ഇല്ലാണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് യാത്ര പോകുന്ന, ഫുഡ് കഴിക്കുന്ന എത്രയോ കൂട്ടുകാരും എല്ലാവരും ഇല്ല. വളരെ റിലീജിയസ് ഹാർമണിയില് ഒരു കുറ്റം പറച്ചില്ലാണ്ട് പോകുന്ന ഒരു സംസ്ഥാനം അത് കേരളം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ സംസ്ഥാനത്തെ അങ്ങനത്തെ ഒരു സംസ്കാരത്തെ എന്തിനാ വെറുതെ നിങ്ങളൊരു പ്രൊപ്പഗാണ്ട കാണിച്ചതാക്കണം? കാരണം നമുക്കറിയാം കേരളത്തിലെ ആൾക്കാർ ഇങ്ങനെയല്ല. കാരണം നമ്മൾ ആരും നിർബന്ധിച്ചൊന്നും കഴിപ്പിക്കാൻ പോകുന്നില്ല. ഇനി പല സിനിമകളും പറയുകയാണെങ്കിൽ ചില സാധനം കഴിപ്പിച്ചിട്ട് അത് വെട്ടിമാറ്റുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എവിടെയോ എന്തോ സംഭവം നടന്നിട്ട് അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ പറഞ്ഞ് 24 വെട്ടിൽ വെട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സിനിമ ഇറക്കുമ്പോൾ നിങ്ങൾക്ക് വെട്ടാൻ ശരിക്കും അറിയാം, ഇന്ന എല്ലാം വെട്ടണം. ഇങ്ങനെ ഒരു പ്രൊപ്പഗാണ്ട അങ്ങനത്തെ വരുന്ന സാധനങ്ങൾ എല്ലാം ചെയ്യണം. അല്ലാണ്ട് ഒരാൾക്ക് മാത്രം അതിന്റെ ഗുണം നേടാ, ഒരാൾക്ക് ഗുണം നേടാതിരിക്കുക, അതൊരു ശരിയായ കാര്യമല്ല. ഇതിപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഏകദേശം ഒരു 99% നമ്മുടെ മലയാളികൾക്കും ഇത് വെറും ബോംബാണെന്ന്, അവരാതാണ് ബോംബായിരിക്കും നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. എന്നാൽ 1% ആൾക്കാരെങ്കിലും ഇത് എന്തോ സത്യം, എന്തോ കാര്യം മനസ്സിലാവും. നാളെ നമ്മുടെ അനിയന്മാരോ അനിയത്തിമാരോ മക്കളോ ആരെയും പുറത്തുപോയി പഠിക്കുക ഒക്കെ കേരളത്തെ ഇങ്ങനെയായിട്ടാവും ആൾക്കാർ കാണണ്ടാവുക. എന്തിനാ വെറുതെ? നമുക്ക് നമ്മുടെ ഇടയിൽ സൗഹൃദം, കൂട്ടായ്മ, നമ്മൾ 2018 ഫ്ലഡ് വരുമ്പോൾ നമുക്ക് കണ്ടതല്ലേ, ഇനി ഇന്ന മതക്കാരനല്ലേ ഇന്ന ആളല്ലേ ചോദിച്ച ഒരാൾ പോലും ചെയ്യാതിരുന്നിട്ടില്ല. അതാണ് നമ്മുടെ കേരളം. ഇതാണ് നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ വിദ്വേഷമോ മതമോ രാഷ്ട്രീയമോ ഇതൊന്നും അല്ല നമ്മുടെ കേരളം. നമുക്ക് പിണറായി വിജയൻ വേണം, നമുക്ക് ഉമ്മൻചാണ്ടി വേണം, നമുക്ക് എല്ലാവരും വേണം. ദാറ്റ് ഇസ് മൈ കേരള. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ്. ഇങ്ങനത്തെ മലങ്കട്ടുകൾ ഇനി നമ്മൾ കേരളക്കാർ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്ക്.